2026 തുടർഭരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വലിയ ഒരു യജ്ഞം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ ഹൈന്ദവരെ മുഴുവൻ പ്രീണിപ്പിച്ച് വോട്ടാക്കി മാറ്റാം, ഏത് തരത്തിൽ ന്യൂനപക്ഷത്തെ മുഴുവൻ പ്രീണിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാം, മറ്റു പാർട്ടികളിൽ ഏത് തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാം, ഇതെല്ലാമാണ് ചാണക്യ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതല്ലുകയും ചെയ്യുന്നുണ്ട്. ഇത് വേണ്ട തരത്തിൽ മുതലെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നു. കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF അതിനോടൊപ്പം തന്നെ BJP ഇതെത്ര മുതലാക്കും, ഹൈന്ദവ വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കാൻ കഴിയും എന്നുള്ളതും ഈ 2026 വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ CPM-ൽ തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കവുമാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് 2 ടേം പൂർത്തിയാക്കിയവരെ മത്സരിപ്പിക്കില്ല എന്നൊക്കെ. എല്ലാ കാര്യത്തിൽ നിന്നും പിണറായി വിജയൻ ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യം, കാരണം പിണറായി ആണല്ലോ കപ്പിത്താൻ. അപ്പോൾ അത് ഇളവുകൾക്ക് മേൽ ഇളവും കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ചിലർക്ക് 2 ടേം പൂർത്തിയാക്കുമ്പോൾ മാറ്റി നിർത്തും. പക്ഷെ ചിലരെ 2 ടേം കഴിഞ്ഞാലും ചില പ്രത്യേക സാഹചര്യത്തിൽ ആ മണ്ഡലം നിലനിർത്തുന്നതിനു വേണ്ടി അവർക്ക് തുടരുകയും ചെയ്യാം. ചിലരെ ഒരുപക്ഷെ 1 ടേം തന്നെ കൊണ്ട് മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അവരുടെ പ്രകടനം, മന്ത്രിമാരെന്നുള്ള രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവരുണ്ട്. ഈ മന്ത്രിസഭയില്, അതായത് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിസഭയില് നമ്മൾ കേട്ടിട്ടുള്ള എത്ര പേര്? പിണറായി വിജയനെയും മരുമകൻ റിയാസിനെയും മാത്രമാണ് കേട്ടിട്ടുള്ളത്. ബാക്കി മുഴുവൻ പേരെയും ഈ സൂര്യബിംബം മറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പിണറായി എന്ന സൂര്യൻ മറച്ചു കളഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളവർ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പോ അവരുടെ പേരുകളോ ആ വകുപ്പിൽ എന്തെല്ലാം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അമ്മായിയപ്പനും മരുമകനും മാത്രം നിറഞ്ഞു നിന്നാടി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഈ ഏറ്റവും CPM വീണ്ടും മത്സരിക്കാൻ ഇടം കൊടുത്താൽ തോക്കുന്ന ചില മന്ത്രിമാരെ കുറിച്ച് സൂചിപ്പിക്കാം. ഉറപ്പായും തോൽക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ് ആറന്മുള, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് 2 തവണയായി വിജയിച്ചു വന്നിരിക്കുന്ന 2016-ലും 2021-ലും അതിനിടയ്ക്ക് 2019-ൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിപ്പിച്ചു. ആന്റണിക്ക് എതിരായിട്ട് പരാജയപ്പെട്ടുപോയി. അത് 19-ലെ പൊതുവെ ഒരു കോൺഗ്രസ് തരംഗം തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവിടെ മത്സരിച്ച് വിജയിച്ചു വന്ന് 2021-ൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ആയിരിക്കും പരാജയപ്പെടാൻ പോകുന്ന ആദ്യ മന്ത്രി. മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഒരു പക്ഷേ സഭയുടെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി വെട്ടിലാകും, കൊടുത്തേ പറ്റൂ. കാരണം 2016-ൽ മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് സഭയുടെ ഇടപെടൽ കാരണമാണ്. 2021-ൽ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നും ഉള്ള കരാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3ാം വട്ടവും മന്ത്രിസ്ഥാനം കൊടുത്താൽ സംഭവിക്കുന്ന ഇതായിരിക്കും. നിന്നു കഴിഞ്ഞാൽ തോൽക്കും എന്നുള്ളത് വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമുണ്ട്. ആരൊക്കെ എവിടൊക്കെ മത്സരിച്ചാൽ തോക്കും, ജയിക്കും എന്നുള്ളതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിനെ രംഗത്തിറക്കി കഴിഞ്ഞാൽ പാർട്ടിക്കും ദോഷമുണ്ടാകും. കാരണം ആരോഗ്യ വകുപ്പിന് അത്രത്തോളം ക്ഷീണമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ക്ഷീണം മാറ്റിക്കിട്ടാൻ
എളുപ്പമല്ല. കാരണം 2016 ആരോഗ്യ വകുപ്പാണ് പിണറായി വിജയനെ ഒരിക്കൽ കൂടി ഭരണത്തിൽ ഏറ്റുന്നതിൽ സഹായിച്ചതെങ്കിൽ 2026 വന്നിട്ട് ഈ ആരോഗ്യ വകുപ്പിലൂടെ സർക്കാരിന് പതനം സംഭവിക്കും എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വരുന്നത് മറ്റൊരു വനിതാ മന്ത്രിയായ ഇരിങ്ങാലക്കുടയിലെ മന്ത്രി ബിന്ദു കൊച്ചമ്മയാണ്. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പക്ക പരാജയമാണ് നേരിട്ടിട്ടുള്ളത്. ഈ കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ കലാപശാലകളാക്കി മാറ്റുകയും കോളേജിൽ പോകാത്തവർക്ക് SFIക്കാർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും എന്തിന് ഡോക്ടറേറ്റ് പോലും എടുത്തു കൊടുക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പോയി എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഈ മന്ത്രി ബിന്ദു തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ഒരിക്കൽ കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ്. CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വിജയരാഘവന്റെ ഭാര്യ കൂടിയാണ്. പക്ഷെ ഒരിക്കൽ സമ്മർദ്ദം ഉണ്ടായാൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്താം. പക്ഷെ ഇരിങ്ങാലക്കുടയിൽ യാതൊരു തരത്തിലുള്ള രക്ഷയുമില്ല എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. അതുപോലെ മന്ത്രിമാരിൽ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നുള്ള അദ്ദേഹവും പ്രായാധിക്യം കാരണം പിന്മാറും. പക്ഷേ ഇനി നിന്നു കഴിഞ്ഞാൽ പരാജയമായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ AK ശശീന്ദ്രനും മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. പക്ഷേ കോഴിക്കോട് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പരാജയവും ഉറപ്പാണ്. പിന്നെ മറ്റൊന്ന് വരുന്നത്, ആദ്യ തവണയാണെങ്കിൽ പോലും പരാജയപ്പെടും എന്ന് ഇനി നിർത്തിയാൽ പരാജയപ്പെടുമെന്ന് പിണറായി വിജയന്റെ കൈവശമിരിക്കുന്ന റിപ്പോർട്ടിലുള്ള ഒരാളാണ് P രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി. താൻ പറയുന്നത് എന്താണെന്ന് തനിക്ക് പോലും അല്ലെങ്കിൽ ആർക്കും തന്നെ മനസ്സിലാകാത്ത രീതിയിൽ വലിയ സൈദ്ധാന്തിക വിചാരം നടത്തുന്ന CPM-ല് അതിപ്രഗത്ഭനാണ് കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്ന P രാജീവന് ഇനി ഒരു അടുത്ത ഊഴം കൊടുക്കില്ല എന്നുള്ളതും തീർച്ചപ്പെടുത്തിയിരിക്കുന്നതാണ്. കാരണം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മാറ്റി നിർത്താൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് MP രാജേഷിനെയും ഈ പരാജയപ്പെടുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതാണ്. അതിൽ ഏറ്റവും ഇതുവരെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വീണ ജോർജ്, അതിനോടൊപ്പം തന്നെ മന്ത്രി ബിന്ദുവുമാണ്. ഇത് ഇവരുടെ ഭരണപരാജയം 1, 2 ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. അതും കൂടിയാകുമ്പോൾ ഇവർക്ക് ഉറപ്പാണ്. ചിലർക്ക് നമുക്കറിയാം, ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം അടുത്ത തവണ മത്സരിക്കില്ല എന്ന് പറയുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. പക്ഷേ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ CPM ശിവൻകുട്ടിയെ അവിടെ നിർത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ ശിവൻകുട്ടിക്ക് താഴെ തട്ടിൽ ഉള്ളവരുമായിട്ട് പോലും വലിയ അടുപ്പമുണ്ട്. മണ്ഡലത്തിലെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള പരിചയവും അവർക്കുണ്ട്. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ വേറൊരു ഫേസാണ് അവിടെ വരുന്നത്. അങ്ങനെ താഴെ തട്ടിലുള്ളവരുമായിട്ടുള്ള ഒരു അടുപ്പമില്ല. പക്ഷെ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചില പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ 2 ടേം പൂർത്തിയാക്കിയതിന്റെ പേരിൽ മത്സരിക്കാൻ ഇടം കൊടുക്കില്ല. പക്ഷേ പരാജയപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് പിണറായി വിജയന്റെ കൈവശം ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവർ മത്സരിക്കില്ല. മത്സരിച്ചാൽ പാർട്ടിക്ക് അത് ദോഷം ചെയ്യും.